സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഷഹനാദാണ്. എന്തെല്ലാടോ, എല്ലാവർക്കും സുഖമല്ലേ? നന്നായിട്ട് പഠിക്കുന്നുണ്ട് നിങ്ങൾ കൂട്ടുകാരെ? നമ്മൾ ഇന്ന് ഇന്ത്യൻ ചരിത്രമാണ് പഠിക്കുന്നത്. ഇന്ത്യൻ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ PYQ ആസ്പദമാക്കിയ നമ്മൾ പഠിക്കുകയാണ്. വരാൻ പോകുന്ന ലാബ് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് സെയിൽസ്മാൻ, മറ്റെല്ലാ പരീക്ഷകൾക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസ്. നോക്കൂ, ഒരു ചോദ്യം ഇതാണ്. ഈ 2024 നടന്ന LDCയിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ്. എല്ലാവർക്കും അറിയുന്ന ഒരു സിമ്പിൾ പോയിന്റ് ആണ് അല്ലെ? ശരിയാണ്. ജാലിയൻവാലാബാഗ് ദുരന്തം നടന്നത് 1921. അത് കാണുമ്പോൾ തന്നെ കൂട്ടുകാർക്ക് അറിയാം തെറ്റായ പ്രസ്താവനയാണ് അല്ലെ? ഓക്കെ, അപ്പൊ ഏപ്രിൽ 13 ഒക്കെ അവിടെ ശരിയാണ്. പക്ഷെ 1919 ജാലിയൻവാലാബാഗ്. അപ്പൊ ഇത് തെറ്റായ പ്രസ്താവനയാണ്. 1948 ജനുവരി 20 ഗാന്ധിയുടെ നേരെ ഒരു വധശ്രമം നടന്നു. എല്ലാവർക്കും ഇത് കിട്ടിക്കൊള്ളുന്നില്ല, പക്ഷെ നമുക്ക് ഡിലീഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബറിൽ നടന്നു. മക്കളെ, 3 വട്ടമേശ സമ്മേളനങ്ങൾ കൂട്ടുകാർക്ക് അറിയുന്നതാണ്. 1930 ഒന്ന് അല്ലെ? 1 എന്ന് പറയുമ്പോൾ 30 ആലോചിക്കുക, 2 എന്ന് പറയുമ്പോൾ 31 ആലോചിക്കുക, 3 എന്ന് പറയുമ്പോൾ 32 ആലോചിക്കുക അല്ലെ? ഇത് നമുക്ക് വേറൊരു കോഡ് പഠിക്കാലോ. ഊഗുനി. ഉപ്പ് സത്യാഗ്രഹം 30, ഗുരുവായൂർ പ്രക്ഷോഭം 31, നിവർത്തന പ്രക്ഷോഭം 32. ഉപ്പ് സത്യാഗ്രഹം 30, ഗുരുവായൂർ പ്രക്ഷോഭം 31, നിവർത്തന പ്രക്ഷോഭം 32. അങ്ങനെയും പഠിക്കാം. ഒന്നാം വട്ടമേശ സമ്മേളനം, രണ്ടാം വട്ടമേശ സമ്മേളനം, മൂന്നാം വട്ടമേശ സമ്മേളനം. അപ്പൊ 2 നടക്കുന്ന 31 ശരിയാണ്. അപ്പൊ ഇവിടെ 1, 3, 4 ശരിയായ പ്രസ്താവനയല്ലേ? ഇതാണ് സ്റ്റേറ്റ്മെന്റ്. നമ്മുടെ ക്ലാസ്സുകൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നോക്കൂ. ഇതൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പല അപ്ഡേഷൻ നമ്മൾ ഈ ക്ലാസ്സിലൊക്കെ വരുത്തി നിങ്ങൾക്ക് തരികയാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കുക കേട്ടോ. അപ്പൊ SCERT ഈ ഒരു പാഠഭാഗത്തെ ചില പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ ഈ അടുത്ത കാലത്ത് PSC പരീക്ഷകൾ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് അതൊക്കെ നോക്കാം. അപ്പൊ നിങ്ങളുടെ ഡൗട്ട് ആയിരിക്കും ഏത് SCERT? മക്കളെ, SCERT നിങ്ങൾക്ക് ഒരു 16 ചാപ്റ്ററോളം ഹിസ്റ്ററിക്ക് പഠിക്കാനുണ്ട്. ആ ചാപ്റ്ററുകളൊക്കെ ഏതാണെന്ന് നമ്മുടെ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പ്ലേലിസ്റ്റ് നോക്കുക, അവിടെ SCERT ഏതൊക്കെ പാഠഭാഗങ്ങൾ പഠിക്കണമെന്ന്. അതുപോലെ മുഴുവൻ SCERT പാഠഭാഗങ്ങളും ഒക്കെ PDF ആയിട്ട് നമ്മുടെ ടെലഗ്രാമിൽ ഫ്രീ ആയിട്ട് കൊടുക്കും. ഈ ക്ലാസ്സിന്റെ ഉൾപ്പെടെ PDF നോട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ ടെലഗ്രാം ഫോളോ ചെയ്യുക. കമന്റിൽ ഫസ്റ്റ് കമന്റിൽ ഉണ്ടാവും കേട്ടോ. അപ്പോ ഗാന്ധിജിയുടെ 3 സമരങ്ങൾ എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ്. ചമ്പാരൻ സത്യാഗ്രഹം എല്ലാവർക്കും അറിയാലോ, നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിക്കുന്നതാണ്. മഹാത്മജി 1915 ജനുവരി മാസം 9 തിരിച്ചു വരുന്നു ദക്ഷിണാഫ്രിക്കയിൽ നിന്നും. അദ്ദേഹത്തിന്റെ തട്ടകമായിട്ട് അദ്ദേഹം ഇന്ത്യയെ പിന്നീട് മാറ്റുകയാണ്. അങ്ങനെ അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് യഥാർത്ഥത്തിൽ ഒരു പ്രാദേശിക വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടായിരുന്നു. ബീഹാർ എന്ന് പറയുന്ന ആ ഒരു സംസ്ഥാനം, അവിടെ ചമ്പാരനിലെ ഈ പറയുന്ന നീലം കർഷകർ, ആ ചമ്പാരനിലെ തൊഴിലാളികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ അദ്ദേഹം ആരംഭിച്ച ആദ്യത്തെ സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹമാണ്. ഈ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അല്ലെ? ചമ്പാരൻ എന്ന് പറയുന്നതാണ് മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം. ഏതാണ്? കൃത്യമായിട്ട് പഠിക്കണം. ബീഹാർ ആണ്. ചമ്പാരനിലെ നീലം കർഷകരുടെ സമരമാണ്. നോക്കൂ, പിറ്റേത്തെ വർഷം 2 പ്രധാനപ്പെട്ട സംഭവങ്ങളല്ലേ നടന്നത്. ഒന്നൊരു നിരാഹാര സമരമാണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സത്യാഗ്രഹം ചമ്പാരനാണെങ്കിൽ നിരാഹാര സമരം കൃത്യമായിട്ട് പഠിച്ചേ. അഹമ്മദാബാദിലെ തുണിമിൽ സമരം. അഹമ്മദാബാദിലെ തുണിമിൽ സമരമാണ് 1918. ഏതാണ് വർഷം? 1918 അഹമ്മദാബാദിലെ തുണിമിൽ സമരം അല്ലട മക്കളെ, നിരാഹാര സമരം. തൊഴിലാളികളിലെ നിരാഹാരം കിടക്കാൻ ആലോചിക്കുക. മറ്റേ ചമ്പാരനിലെ കർഷക തൊഴിലാളികളാണെങ്കിൽ ഇതൊരു ഫാക്ടറി തൊഴിലാളികളാണ് അല്ലേ? അപ്പൊ ഇവിടെ നീലം കർഷകരുടെ ഇഷ്യൂസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചുമ്മാ അത് വായിച്ചു നോക്കിയാൽ മതി. ഇതേ വർഷം 1918 തന്നെയാണ് ഇതേ ഗുജറാത്തില് ഗേദയില് കർഷക സമരം നടക്കുന്നു. അപ്പൊ ഗേദ സത്യാഗ്രഹമായാലും അഹമ്മദാബാദിലെ തുണിമിൽ സമരമാണെങ്കിലും ചമ്പാരനിലെ സത്യാഗ്രഹമാണെങ്കിലും 3 സമരങ്ങൾ മഹാത്മജി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ അഹമ്മദാബാദ് തുണിമിൽ സമരം നമ്മൾക്ക് പഠിച്ചു 1918 അല്ലെ? 18 ഗേദയും, രണ്ടും ഗുജറാത്തിലാണ്. പക്ഷേ പിള്ളേരെ, ഒരു പക്ഷേ SCERT ബേസ്ഡ് ചോദ്യം ചോദിക്കുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് അടിക്കാൻ സാധ്യത ഒരു പോയിന്റ് പറയട്ടെ. ഞാനത് മാറ്റി എഴുതാം. നോക്കൂ, 1917 കാണാൻ നിങ്ങൾക്ക്. കാരണം അഹമ്മദാബാദ് എന്ന് പറയുന്ന ഗുജറാത്തിലെ മേഖല, അവിടെ പ്ലേഗ് എന്ന് പറയുന്ന ഒരു അസുഖം പൊട്ടിപ്പുറപ്പെടുകയാണ്. ചിലപ്പോൾ ഗുജറാത്തിലെ അഹമ്മദാബാദ് തുണിമിൽ സമരവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വിലയിരുത്തുക എന്ന് പറയാം. അതിനകത്തൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുക്കും. 1917 അഹമ്മദാബാദിൽ പൊട്ടിപ്പുറപ്പെട്ട പ്ലേഗ് രോഗം അവിടുത്തെ ജനസംഖ്യയിൽ ഏകദേശം 10% പേരെ കൊന്നൊടുക്കി എന്നൊരു സ്റ്റേറ്റ്മെന്റ് വരികയാണെങ്കിൽ നമ്മൾ ചിന്തിക്കും, അഹമ്മദാബാദിൽ 18 സമരം, അപ്പൊ ഇതെങ്ങനെ ശരിയാവും എന്ന് നമ്മൾ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കേണ്ട. ഈ 17 അഹമ്മദാബാദിൽ ഒരു പ്ലേഗ് രോഗം വരുന്നു, അവിടുത്തെ ജനസംഖ്യയിൽ 10% ആളുകൾ മരണപ്പെടുന്നു. ആ കൺസെപ്റ്റ് കിട്ടിയത് നിങ്ങൾക്ക്. അതിനുശേഷം പിറ്റേത്തെ വർഷമാണ് അവിടെ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് ബോണസുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് വരുന്നത്. യഥാർത്ഥത്തില് ഈ ഒരു
പ്രത്യേക ഒരു സാഹചര്യം എന്ന് വെച്ചാൽ പ്ലേഗ് പോലത്തെ ഒരു രോഗം വന്ന സമയത്ത് നമ്മുടെ ബ്രിട്ടീഷുകാർ ഇവരെ സഹായിക്കാവുന്ന രൂപത്തില് തൊഴിലാളികൾക്ക് 80% വരെ ബോണസ് നൽകിയിരുന്നു. ശമ്പളത്തിന്റെ 80% വരെ ബോണസ് നൽകിയിരുന്നു. നല്ലൊരു കാര്യം. പക്ഷെ ആ രോഗത്തിന്റെ ആ ഒരു പ്രശ്നം, ആ ഭീതിയൊക്കെ മാറിയ സാഹചര്യത്തിൽ പിന്നീട് എന്ത് ചെയ്തു? നോക്കൂ, ഒന്നാം ലോക മഹായുധം വലിയ രൂപത്തില് അന്ന് ബാധിക്കുകയാണ്. ആ ഒരു വിലക്കയറ്റമൊക്കെ ബാധിക്കുന്ന സമയത്ത് തൊഴിലാളികൾക്ക് ഭയങ്കര സഹായമായിരുന്നു ആക്ച്വലി ഈ 80% ബോണസ് ഈ ഒരു പ്ലേഗ് രോഗത്തിന്റെ ഒരു സമയത്ത് കൊടുത്തത്. പിന്നീട് അത് നിർത്തലാക്കുകയാണ് ബ്രിട്ടീഷുകാർ. അപ്പൊ അതിനെതിരെ ഇവരെന്ത് ചെയ്തു? സമരം ചെയ്തു. ഞങ്ങൾക്ക് അത്രയില്ലെങ്കിലും മിനിമം കുറച്ചെങ്കിലും നിങ്ങൾക്ക് എന്ത് വേണം? ആനുകൂല്യം കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ മഹാത്മജി ഈ സമരത്തിലേക്ക് വരുന്നത്, അഹമ്മദാബാദിൽ തുണിമിൽ സമരത്തിലേക്ക് വരുന്നത്. അപ്പൊ ഓർത്ത് വെച്ചേക്കണം ആ ഒരു പോയിന്റ്. ഇവിടെ ഗാന്ധിജിയെ കുറിച്ച് 3 സമരങ്ങളാണ് നമ്മളിപ്പോൾ ചൂണ്ടിക്കാണിച്ചത്. ഒന്ന് ചമ്പാരൻ, ഒന്ന് അഹമ്മദാബാദ്, മറ്റൊന്ന് ഖേദ. ഇവിടെ പിള്ളേരെ നോക്കൂ, ഒരു പോയിന്റ് ഗാന്ധിജി ചലച്ചിത്രത്തിൽ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലെ. റിച്ചാർഡ് ആറ്റൻബറോ, PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. പേരെന്താണ്? റിച്ചാർഡ് ആറ്റൻബറോയുടെ ഏത് സിനിമയാണ്? ഗാന്ധി. 8 ഓസ്കാർ അവാർഡുകൾ നേടിയിട്ടുണ്ട്. നോക്കൂ, ഒരു ഇന്ത്യൻ പശ്ചാത്തലത്തിലുള്ള ഒരു സിനിമയല്ലേ ഗാന്ധി. ഓസ്കാർ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അക്കാദമി അവാർഡ് കിട്ടുകയാണ്. എത്ര എണ്ണം? അതൊന്ന് പഠിച്ചു വെക്കണം. ഇതാണ് നമ്മൾ ഈ SCRT പഠിക്കുമ്പോ അതിനകത്ത് ചില കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ നുള്ളിപ്പെറുക്കി പഠിക്കണം. റിച്ചാർഡ് ആറ്റൻബറോ സംവിധാനം ചെയ്തു ഗാന്ധി, എല്ലാവർക്കും അറിയാം. അതിനകത്ത് 8 ഓസ്കാർ അവാർഡുകൾ കിട്ടിയെന്ന കാര്യം മറന്നു പോകണ്ട. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗാന്ധിയൻ കാലഘട്ടമാണ് ഈ സിനിമയിൽ ദൃശ്യമായി ആവിഷ്കരിച്ചിരുന്നത്. നോക്കൂ, അടുത്തൊരു പോയിന്റ് ശ്യാം ബെനഗൽ. ആ പേര് ഞാനൊന്ന് മാറ്റി എഴുതാം, കാരണം ഇമ്പോർട്ടന്റ് ആണ്. ശ്യാം ബെനഗൽ, കേട്ടോ? ശ്യാം ബെനഗൽ ആരാടാ ഈ ശ്യാം ബെനഗൽ? ഈ മനുഷ്യന്റെ പ്രത്യേകത, ശ്യാം ബെനഗൽ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സംവിധായകൻ. അദ്ദേഹം ഈ അടുത്ത കാലത്ത് 2024, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഡിസംബർ 23-ാം തീയതി. ഇത് ഞാൻ എങ്ങനെയാണ് ഓർത്തു വെച്ചെന്ന് അറിയോ നിങ്ങൾക്ക്? നമുക്കെല്ലാവർക്കും അറിയാം 2024 ഡിസംബർ 25-നാണ് മഹാനായ സാഹിത്യകാരൻ MT മരണപ്പെടുന്നത്. അല്ലടാ, MT മരിക്കുന്നതിന്റെ 2 ദിവസം മുമ്പ്. MT ഒരുപാട് സിനിമകൾ സംവിധാനം ചെയ്യുകയും തിരക്കഥയൊക്കെ ചെയ്താണ്. 2 ദിവസം മുമ്പാണ് ഇന്ത്യയുടെ ഈ ഒരു എന്താ പറയാ അതുല്യനായ കലാകാരൻ, സംവിധായകൻ ശ്യാം ബെനഗൽ മരണപ്പെടുന്നത്. എന്നാലോചിച്ച് വെച്ചാൽ പോരെ, എന്ത് രസ പഠിക്കാൻ. ഡിസംബർ 23, ഡിസംബർ 25, 26-ാം തീയതി ഇതാ മൻമോഹൻ സിംഗ് മരണപ്പെടുന്നു. ഇത് 3ഉം നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്തിനു പറയുന്നു? 2025 ജനുവരി 1-നാണ് നമ്മുടെ മണിലാൽ ഹോർത്തുസ് മലബാറിക്കസ് എന്ന് പറയുന്ന ഗ്രന്ഥം അല്ലെ മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്കൊക്കെ വിവർത്തനം ചെയ്ത മണിലാൽ മരണപ്പെടുന്നത് 2025 ജനുവരി 1-നാണ്. അപ്പൊ മണിലാൽ ആണെങ്കിലും മൻമോഹൻ സിംഗ് ആണെങ്കിലും MT ആണെങ്കിലും ശ്യാം ബെനഗൽ ആണെങ്കിലും ഓർത്തു വെച്ചേക്കുക. 4 ഡേറ്റുകൾ ഞാൻ പറഞ്ഞു. ഇപ്പൊ ശ്യാം ബെനഗൽ മരണപ്പെട്ടുകൊണ്ട് ചോദിക്കാം കൂട്ടുകാരെ, മേക്കിംഗ് ഓഫ് മഹാത്മാ, ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതാനുഭവങ്ങളാണ് ആ സിനിമയിൽ ചിത്രീകരിക്കുന്നത്. ഏതാണ്? അപ്പൊ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗാന്ധിയൻ കാലഘട്ടമാണ് ഗാന്ധി എന്ന സിനിമയിലെങ്കിൽ മേക്കിംഗ് ഓഫ് മഹാത്മാ ശ്യാം ബെനഗൽ അല്ലെ, ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതാനുഭവങ്ങളാണ് ചിത്രീകരിക്കുന്നത്. ഇവ കൂടാതെ നിരവധി സിനിമകൾ മഹാത്മാഗാന്ധിയുമായി വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഗാന്ധിയുടെ സമര രീതികളെ കുറിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്നും നമുക്ക് ചോദ്യം വരാൻ സാധ്യതയില്ല. അപ്പൊ നമ്മൾ ശ്യാം ബെനഗലിനെ കുറിച്ച് ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് ഇവിടെ ഡിസംബറിൽ അന്തരിച്ചു എന്നാണുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഡേറ്റ് ഒന്ന് പഠിച്ചു നോക്കണം. ഡിസംബർ 23, കേട്ടോ? ശ്യാം ബെനഗൽ. ഇദ്ദേഹത്തിന്റെ ഫോട്ടോ കാണാം, നല്ല ചിരിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ കണ്ടില്ലടാ. ഇദ്ദേഹത്തിന്റെ വളരെ വിഖ്യാതമായ ഒരു സിനിമയാണ് ഞാൻ ഇപ്പൊ പറഞ്ഞ 1996-ൽ പുറത്തിറങ്ങിയ ദ മേക്കിംഗ് ഓഫ് മഹാത്മാ. ഇദ്ദേഹത്തിന് പത്മശ്രീ കിട്ടിയത് പിള്ളേരെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്, 76-ലാണ് കേട്ടോ. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണ് ശ്യാം ബെനഗൽ എന്ന് പറയുന്ന സംവിധായകന് എന്ത് കിട്ടുന്നത്? പത്മശ്രീ പുരസ്കാരം. ഇദ്ദേഹത്തിന് പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട്. 1991-ലാണ് പത്മഭൂഷൺ കിട്ടുന്നത്. ശ്യാം ബെനഗലിന് പത്മഭൂഷൺ കിട്ടുന്നത് 1991-ലാണ്. പഠിച്ചോ? ഇദ്ദേഹത്തിന്റെ സിനിമകള് സംവിധാനം ചെയ്ത പ്രധാനപ്പെട്ട സിനിമകൾ ഞാൻ ഇത് അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കൂ, അങ്കൂർ എന്ന് പറയുന്ന സിനിമയുണ്ട്. അങ്കൂർ. ഭൂമിക എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. നിഷാന്ത്, സർദാരി ബീഗം, മന്ദൻ, മമ്മോ സുബൈദ. അപ്പൊ നിഷാന്ത്, അങ്കൂർ, ഇതൊക്കെ ഇവിടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അല്ലെ, 3 പ്രധാനപ്പെട്ട സിനിമകൾ. അപ്പൊ മന്ദനൊക്കെ വളരെ ഫേമസ് ആണ് മന്ദൻ. അപ്പൊ ഇതൊക്കെ വേണമെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് ഒരു രസമായിട്ട് ഒരു കഥ പോലെയൊക്കെ കണക്ട് ചെയ്തൂടെ? നമ്മൾ MT വാസുദേവൻ നായരുടെ ഒരു ക്ലാസ് ഞാൻ ചെയ്തിരുന്നു. ആ ക്ലാസ് കാണാത്തവർക്ക് വേണമെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാൻ നമ്മുടെ കറണ്ട് അഫേഴ്സിന്റെ പ്ലേലിസ്റ്റ് ഉണ്ട്. അരമണിക്കൂറിന് മുകളിൽ ചെയ്താണ്. അന്ന് ഞാനൊരു സംവിധാനം ചെയ്ത സിനിമകളൊക്കെ ഒരു കഥയാക്കി പറഞ്ഞിരുന്നു. ആ ക്ലാസ് കണ്ടവർക്ക് ഇതൊക്കെ പിന്നീട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റണ, പരീക്ഷയ്ക്ക് ഓർമ്മ ഉണ്ടാണോ? ഓർമ്മയുള്ളവര് ഒന്ന് കമന്റ് ചെയ്തേ.
കോഡ് കമന്റ് ഇതിൽ ഓർമ്മയുണ്ടെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ നിങ്ങൾ ഇതൊക്കെ വേണമെങ്കിൽ ഒരു കഥയൊക്കെ ആക്കടാ, എന്ത് രസമാണ് പഠിക്കാൻ അല്ലേ. ഈ പറയുന്ന ഒരു മന്ദബുദ്ധി, ഒരു മന്ദനായിട്ടുള്ള അല്ലേ നിഷാന്ത് എന്ത് ചെയ്യുകയാണ്? അദ്ദേഹം ഒരു ആങ്കർ ആണെന്ന് ആലോചിക്കുക. അദ്ദേഹം ആങ്കർ ആണ്. അവിടെ അദ്ദേഹത്തിന്റെ മമ്മ സുബൈദാണ്. നിഷാന്തിന്റെ മമ്മ സുബൈദയാണ്. അപ്പൊ ആങ്കർ അല്ല നിഷാന്ത്, സുബൈദ മമ്മയും കൂട്ടി വളരെ മന്ദനാണ്. അദ്ദേഹം എന്ത് ചെയ്യാണ്? ഒരു ഭൂമിയിൽ ഒരു എന്തെങ്കിലും ഒരു പരിപാടി ആലോചിക്കുക. അല്ലെങ്കിൽ സർദാറിന്റെ ബീഗമാണ് സുബൈദ. ആ സർദാർ ബീഗത്തിന്റെ ഭാര്യ സുബൈദ, അവരുടെ മകൻ നിഷാന്ത്, അവരുടെ ആങ്കർ ആണ്. അദ്ദേഹം ഇങ്ങനെ ഒരു മന്ദൻ പോലത്തെ ചങ്ങാതിയാണ്, ആങ്കർ ആണ്. അദ്ദേഹം എന്താ പറയാ, ഒരു പാട്ട് പാടുന്നോ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് വെക്കുക. വെറുതെ ഇങ്ങനെ ഇമാജിൻ ചെയ്യുക. മമ്മ എന്ന് വിളിക്കുന്നു എന്നൊക്കെ ആലോചിക്കുക. മമ്മോ. അപ്പോ സർദാറിന്റെ ബീഗം സുബൈദ നിഷാന്ത് മമ്മോ എന്ന് വിളിക്കുന്നു. ആങ്കർ ആണ് അല്ലേ. അപ്പോ ഭൂമിക, അതുപോലെ തന്നെ മന്ദൻ, ഇതൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടേതായ നല്ല ഐഡിയ ഇങ്ങനെ ആലോചിച്ച് നോക്കൂ. വെറുതെ എങ്ങനെയൊക്കെ പഠിക്കുമ്പോഴാ PSC ഒരു രസമാവുക. അങ്ങനെയൊക്കെ പഠിക്കും നിങ്ങള്. ഇവിടെ നോക്കൂ, ശ്യാം ബെനഗലിന്റെ സൃഷ്ടിയായ മന്ദനെ കുറിച്ച് പറയുന്നുണ്ട്. 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ക്ലാസിക് സിനിമാ വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏക ഇന്ത്യൻ സിനിമയാണ് ശ്യാം ബെനഗലിന്റെ സിനിമയായ മന്ദൻ. 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ക്ലാസിക് സിനിമാ വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏക ഇന്ത്യൻ സിനിമ അതാണ് മന്ദൻ. ഇതൊരു ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ നിർമ്മിച്ച ആദ്യത്തെ ഇന്ത്യൻ സിനിമയാട്ടോ മന്ദൻ. അതുപോലെ തന്നെ ഡോക്ടർ വർഗീസ് കുര്യന്റെ നേതൃത്വത്തിൽ നടത്തിയ ക്ഷീര വിപ്ലവത്തിന്റെയും അമൂലിന്റെയും വിജയഗാഥയെ കുറിച്ചുള്ള ചിത്രമാണ് ഈ ഒരു സിനിമ. അങ്ങനെ ഒരുപാട് ക്ഷീര കർഷകരിൽ നിന്നും 2 റുപ്യ വെച്ചിട്ട് പിരിച്ച് വലിയൊരു ഫണ്ട്, ഒരു വലിയ ക്രൗഡ് നമ്മൾ ഫണ്ട് പിരിച്ചു. അങ്ങനെ വലിയൊരു പൈസ ഉണ്ടായി. ആ പൈസ കൊണ്ടുണ്ടാക്കിയ സിനിമയാണ് മന്ദൻ. ശ്യാം ബെനഗലിന്റെ അവസാനത്തെ സിനിമ ചോദിക്കാം. ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവ്, ഇപ്പൊ അതിൽ ചില മാറ്റങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ടെങ്കിലും ബംഗ്ലാദേശിന്റെ രാഷ്ട്രത്തിനൊക്കെ പിറവിയെടുക്കാനൊക്കെ വലിയ പ്രയത്നിച്ച മുജീബുർ റഹ്മാൻ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള മുജീബ് ദ മേക്കിംഗ് ഓഫ് എ നാഷൻ എന്ന സിനിമയാണ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ അവസാനത്തെ സിനിമ. ശ്യാം ബെനഗൽ സംവിധാനം ചെയ്ത ഏറ്റവും അവസാനത്തെ പ്രധാനപ്പെട്ട സിനിമ ഏതാണ്? മുജീബ് ദ മേക്കിംഗ് ഓഫ് എ നാഷൻ. പഠിച്ചോ? അങ്ങനെയാണ് നമുക്ക് വീണ്ടും SCERTയിലേക്ക് വരാം. മകളെ ദേശീയ സമരത്തിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പഠിക്കണം നിങ്ങൾ. മഹാത്മാഗാന്ധി ദേശീയ സമരത്തിലേക്ക് വരികയാണ് 1919 ശേഷം. അതിനൊരു കാരണമുണ്ട്. 1919 എന്തൊക്കെയോ ഇന്ത്യയിൽ നടക്കുകയാണ് അല്ലെ. ബ്രിട്ടീഷ് പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കുന്നത് കൂട്ടുകാർക്കൊക്കെ അറിയാം, റൗലറ്റ് ആക്ട്. 1919 ഈ നിയമം വരുന്നത് അല്ലെ. ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് തടയണമെന്ന പേരിൽ പൗരാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുണ്ടാക്കിയ കരി നിയമം എന്ന് നമ്മൾ വിളിക്കുന്ന ബ്രിട്ടീഷ് സർക്കാർ പാസ്സാക്കിയ റൗലറ്റ് നിയമം അല്ലെ. എല്ലാവർക്കും അറിയാം റൗലറ്റ് നിയമം ഏത് വർഷമാണ്? 1919. അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ആക്ച്വലി ചമ്പാരനും ഗേദയ്ക്കും അഹമ്മദാബാദ് മില്ലിനൊക്കെ ശേഷം മഹാത്മജി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് വരുന്നത് അല്ലെ. ഇവിടെയാണ് 1919 കൂട്ടുകാർക്ക് അറിയാം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. നേരത്തെ സ്റ്റേറ്റ്മെന്റിനകത്ത് തെറ്റായിരുന്നു. 1919 ഏപ്രിൽ മാസം 13-ാം തീയതി. എല്ലാവർക്കും അറിയണം, ഡേറ്റ് നിർബന്ധമാണ്. കൂട്ടുകാരെ നിങ്ങൾക്ക് അറിയുന്നതാണ്, ഞാനതൊന്ന് മാറ്റി എഴുതിയ പോരെ. ഇവിടെ ഒരു ഡയലോഗ് ഉണ്ട്, ആ ഡയലോഗ് ഞാനൊന്ന് പറയട്ടെ. പിന്നെ കുറച്ചധികം കാര്യങ്ങൾ, ഇപ്പോ അന്നത്തെ പട്ടാള മേധാവിയായിരുന്ന ജനറൽ ഡയറിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹത്തിനെതിരെ ഈ പറഞ്ഞ 10 മിനിറ്റ് നീണ്ടുനിന്ന വെടിവെപ്പില് 379 പേർ മരിച്ചു എന്നായിരുന്നു ഔദ്യോഗിക കണക്കെങ്കിൽ പിന്നീട് മരണസംഖ്യ ഇതിന്റെ ഇരട്ടയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും ചോദിക്കാൻ സാധ്യത കുറവാണ്. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കിയിരിക്കുന്നു എന്ന് ജാലിയൻ വാലാബാഗ് സംഭവത്തെ കുറിച്ച് പറഞ്ഞത് മഹാത്മജിയാണ്. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടുവെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കിയിരിക്കുന്നു എന്ന് ഗാന്ധിജി പറയുകയാണ്. അന്ന് പഞ്ചാബിൽ സമരത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തികളാണ് ഡോക്ടർ സത്യപാലും ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചിലുവും. എപ്പോഴും ചോദിക്കാറുണ്ട് PSC പരീക്ഷയില്, ഞാനത് മാറ്റി എഴുതി തരട്ടെ നിങ്ങൾക്ക്. ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചിലു, ഇവരെ അറസ്റ്റ് ചെയ്യുകയാണ് പഞ്ചാബില്. അതിന്റെ ഭാഗമായിട്ടാണ് ആക്ച്വലി ഈ ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ ഒത്തുകൂടുന്നത് അല്ലേ. 3 വർഷവും മതിലുകളായിരുന്നു. ആ ഒരു കവാടം മാത്രമുള്ള ഈ ഒരു മൈതാനത്ത് നിൽക്കുന്ന ആളുകൾക്ക് നേരെ, നിരായുധരായി നിൽക്കുന്ന ജനങ്ങൾക്ക് നേരെ പട്ടാളം വെടിയുതിർക്കുകയാണ്. 1000-ൽ പരം ആളുകൾ വെടിയേറ്റ് മരിച്ചു മക്കളെ. ശവശരീരങ്ങൾ നീക്കം ചെയ്യാനോ പരിക്കേറ്റവരെ ശുശ്രൂഷിക്കാനോ ദാഹജലം നൽകാനോ പട്ടാളം അനുവദിച്ചില്ല. ഈ ദാരുണ സംഭവമായിരുന്നു ജാലിയൻ വാലാബാഗ്. കൈസർ ഈ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റ് തിരികെ നൽകി. ബ്രിട്ടീഷ് സർക്കാർ നൽകിയ സർ പദവി രവീന്ദ്രനാഥ് ടാഗോർ വേണ്ടാന്ന് പറഞ്ഞു. കൈസർ ഈ ഹിന്ദ് പദവി ഗാന്ധിജി തിരികെ നൽകി. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ നൽകിയ സർ പദവി രവീന്ദ്രനാഥ് ടാഗോർ ഉപേക്ഷിച്ചു.
വലിയ പ്രക്ഷോഭങ്ങൾ നടന്നു. അതിനിടയിൽ രണ്ട് ചോദ്യം ചോദിക്കുകയാണ് ഞാൻ, അല്ലെ, നിങ്ങൾക്ക് ഒരു ബോറടി മാറാൻ വേണ്ടിയിട്ട്. താഴെ കൊടുത്തിരിക്കുന്നവരിൽ ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഇല്ലാതിരുന്നത്? മകളെ, ജവഹർലാൽ നെഹ്റു ഇല്ല എന്ന കാര്യം കൂട്ടുകാർക്ക് ഒരു ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും. ജവഹർലാൽ നെഹ്റു ഇല്ല, ഇതാണ് ഉത്തരം, അല്ലെ. ഭരണഘടനയുടെ ഏത് അമെന്റ്മെന്റ് വഴിയാണ് ആർട്ടിക്കിൾ 300A കൊണ്ടുവന്നത്? എല്ലാവർക്കും അറിയാം, 44, അല്ലെ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് ഞാൻ ഈ പറഞ്ഞ പോയിന്റുകളൊന്നും മാറ്റി വൃത്തിക്ക് എഴുതിയതാണ് പിള്ളേരെ. റൗലറ്റ് നിയമത്തിനെതിരെ നടന്ന പ്രതിഷേധമാണ്, അതിന് നേരെയുണ്ടായ വെടിവെപ്പാണ് ജാലിയൻ വാലാബാഗിൽ സംഭവിച്ചത്. ഹർത്താലോടനുബന്ധിച്ച് നടന്ന പ്രതിഷേധ റാലിക്ക് നേതൃത്വം നൽകിയത് ഡോക്ടർ സത്യപാലും സെയ്ഫുദ്ദീൻ കിച്ചിലുമായിരുന്നു. ഈ നേതാക്കളെ അറസ്റ്റ് ചെയ്ത ഡേറ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്ക്, ഏപ്രിൽ 10-ാം തീയതിയാണ്. 3 ദിവസം മുമ്പ് 1919 ഏപ്രിൽ 10-നാണ് നേതാക്കളെ അറസ്റ്റ് ചെയ്തത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവ് നൽകിയ പഞ്ചാബിലെ ഗവർണർ ആരായിരുന്നു? ദാ മൈക്ക്, ഹലോ ഹലോ ചെക്ക് ചെക്ക്, വെടിവെക്കൂ എന്ന് ഉത്തരവിട്ട ഗവർണർ മൈക്കിലൂടെയാണ്. മൈക്കിൾ ഒ ഡയർ. പഠിച്ചേ, മൈക്കിൾ ഒ ഡയർ മൈക്കിലൂടെ ഉത്തരവിട്ടു. എന്നാൽ മൈക്കിൾ ഒ ഡയറിനെ വധിച്ച, ഈ പറയുന്ന ഉത്തരവിട്ട മൈക്കിൾ ഒ ഡയറിനെ വധിച്ച വിപ്ലവകാരിയാണ് ഉദ്ധം സിംഗ്. ആ ഉദ്ധം സിംഗ് 1940 ജൂലൈ 31 സിയാട്ടിലുള്ള അദ്ദേഹത്തെ തൂക്കിലേറ്റി. ഡേറ്റ് പഠിക്കണം. ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റിയത് 1940 ജൂലൈ 31-നാണ്. അദ്ദേഹം വധിച്ചത്, മൈക്കിൾ ഒ ഡയറിനെ വധിച്ചത് മാർച്ച് 13-നാണ്. അത് സിയാട്ടിൽ ഇല്ലെങ്കിൽ നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്തേക്കുക, മാർച്ച് 13. ബട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ്, ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റിയത് ഭഗത് സിംഗിനെ തൂക്കിലേറ്റ് ചോദിക്കാറില്ലേ? എന്നാണ് ഭഗത് സിംഗിനെ തൂക്കിലേറ്റി? 1931 മാർച്ച് 23-നാണ്. കറാച്ചി സമ്മേളനം നടന്നില്ല 31-ല്. അപ്പൊ പിള്ളേരെ, ഇതായിരുന്നു ആ SCRT കട്ടിങ്. എന്റെ പിറകിൽ നിങ്ങൾക്ക് ഉദ്ധം സിംഗിനെ, ദേശാഭിമാനി ഉദ്ധം സിംഗിനെ കാണാൻ പറ്റും. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ദൃസാക്ഷിയായിരുന്ന ബാലൻ, ആ ബാലൻ മുതിർന്ന് വലുതായി മൈക്കിൾ ഒ ഡയറിനെ അദ്ദേഹത്തിന്റെ രാജ്യത്ത് പോയിട്ട്, അല്ലെ, ഇംഗ്ലണ്ടിൽ പോയിട്ട് ആ ഒരു എന്താ പറയാ, ഒരു പരിപാടി നടക്കുമ്പോൾ അവിടെ വെച്ചിട്ട് വധിക്കുകയാണ്. 31-ാം തീയതി ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കുകയാണ്. അപ്പൊ വെടിവെപ്പിന് നേതൃത്വം കൊടുത്ത ആളുടെ പേര് ചോദിച്ചാൽ വെറും ഡയർ, എന്ന് വെച്ചാൽ ജനറൽ റെജിനാൾഡ് ഡയർ. മൈക്കിൾ ഒ ഡയർ ആണ് ഉത്തരവിറക്കിയ ഗവർണർ. ഉത്തരവിട്ടത് മൈക്കിളുടെ, മൈക്കിൾ. വെടിവെച്ചത് റെജിനാൾഡ്, വെറും എന്ന് വെച്ചാൽ ജനറൽ ഡയർ. അത് മതി. ആരായിരുന്നു 1919-ലെ വൈസ്രോയി? മൊണ്ടേഗു ചെംസ്ഫോർഡ്. നിങ്ങൾ പഠിക്കാറില്ലേ ഭരണപരിഷ്കാരം 19? അപ്പൊ ആരായിരിക്കും? മൊണ്ടേഗു എന്ന് പറഞ്ഞാൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചെംസ്ഫോർഡ് ആണ് അന്നത്തെ വൈസ്രോയി, ബ്രിട്ടീഷ് വൈസ്രോയി. നമ്മൾ നേരത്തെ പറഞ്ഞ ഡയലോഗ് ഗാന്ധിയുടെ ഞാൻ മാറ്റി ചെയ്തിട്ടുണ്ട്, അല്ലെ. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറവാക്കി, ജാലിയൻ വാലാബാഗ് അതിളക്കി. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ കൊടുക്കാത്ത 2 പോയിന്റ് ഉണ്ട്. എന്തൊക്കെയാണത്? വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും ജാലിയൻ വാലാബാഗ് സംഭവത്തെ തുടർന്ന് രാജിവെച്ചത് സി ശങ്കരൻ നായരാണ്. കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മിറ്റിയാണ് ഹണ്ടർ കമ്മീഷൻ. പഠിക്കണേ, നോക്കൂ, ഹണ്ടർ കമ്മീഷൻ എന്നൊരു വിദ്യാഭ്യാസ കമ്മീഷൻ ഉണ്ട്. ഇത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മിറ്റിയാണ് ഹണ്ടർ കമ്മിറ്റി. പഠിച്ചോ? സെറ്റ്. ഒരു ചോദ്യം പിടിച്ചോ മക്കളെ. നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ ചോദ്യമായിട്ട് തരുന്നത്. നോക്കാം നമുക്ക്. റൗലറ്റ് നിയമം ബ്രിട്ടീഷ് സർക്കാർ നൽകിയ അധികാരങ്ങളിൽ പെടാത്തത് PSC ചോദിക്കാൻ സാധ്യതയുണ്ട്. വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലാക്കാം. അപ്പൊ അത് ശരിയാണ്. കോടതി വിധിക്കേറിയ അപ്പീൽ നിഷേധിക്കാം. നിഷേധിക്കുക എന്ന് പറയുന്നത് അപ്പീൽ തീർച്ചയായിട്ടും ശരിയാണ്. കാരണം കരി നിയമമാണല്ലോ. പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം. അതും ശരിയാണ്. ഇന്ത്യൻ ജഡ്ജിമാർക്ക് ബ്രിട്ടീഷുകാർക്കെതിരെ ശിക്ഷ വിധിക്കാനുള്ള അധികാരം ഇല്ലാതാക്കി. അങ്ങനെ ഒരു സംഭവം അതിനകത്ത് ഇല്ല. അപ്പൊ ഓപ്ഷൻ ഡി ആണ്. എങ്ങനെയാണ്? ഇതാണ് ഈ കാണുന്ന സാധനം. ഇത് ബൈ ഹാർട്ട് പഠിക്കണം മകളെ. ചോദിക്കും, 1919 ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന റൗലറ്റ് നിയമം, ആ റൗലറ്റ് നിയമം ബ്രിട്ടീഷ് സർക്കാരിന് ചില അധികാരങ്ങൾ നൽകി. എന്തൊക്കെയാണ്? എണ്ണി പറയട്ടെ. ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. ചോദ്യമുണ്ട്. ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം. വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം. പഠിച്ചില്ലേ? പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം. പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം. കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം. പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം. കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം. വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം. ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇവിടെ ഒരു എക്സ്ട്രാ പോയിന്റ് കൂടി ഓർത്ത് വെക്കുക. ഈ ഒരു നിയമത്തിനെതിരെ ഉപവാസങ്ങൾ, ഹർത്താലുകൾ, നിയമലംഘനങ്ങൾ ഇതൊക്കെ നടന്നു. അപ്പൊ 1919 ഏപ്രിൽ മാസം 6-ാം തീയതി, നേരത്തെ നമ്മൾ പറഞ്ഞ ഡേറ്റുകൾ മറന്നു പോകണ്ടേ. ഏപ്രിൽ 13-ാം തീയതിയാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക്. ഏപ്രിൽ 10-ാം തീയതിയാണ്
ഡോക്ടർ സത്യപാലിനെയും സൈഫുദ്ദീൻ കിച്ചിലുവിനെ അറസ്റ്റ് ചെയ്യുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഏപ്രിൽ 6-ാം തീയതി ഈ ഒരു നിയമത്തിനെതിരെ, റൗലറ്റ് നിയമത്തിനെതിരെ രാജ്യം മുഴുവൻ കരിദിനമായി ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു. അപ്പൊ ചോദിക്കാം നിങ്ങളോട്, റൗലറ്റ് നിയമത്തിനെതിരായി രാജ്യം മുഴുവൻ കരിദിനം ആചരിക്കാൻ മഹാത്മജി തീരുമാനിച്ചത് എന്നാണ്? പഠിച്ചോ. 1919 ഏപ്രിൽ 6-ാം തീയതി. പഠിച്ചു വെച്ചേക്ക് പിള്ളേരെ. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് എല്ലാവർക്കും അറിയാം, അലി സഹോദരന്മാർ, മൗലാന മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും. ഇതാ ഫോട്ടോ കാണാം, SCRT-യിലുണ്ട്. എന്താണ് ഖിലാഫത്ത് പ്രസ്ഥാനം? തുർക്കി കേന്ദ്രമായി ഭരണം നടത്തിയിരുന്ന ഓട്ടോമാൻ എന്ന് പറയുന്ന സാമ്രാജ്യം. ആ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്നു ഖലീഫ. ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ ആര്? ഖലീഫ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്ക് എതിരെയായിരുന്നു ആരുണ്ടായിരുന്ന മക്കളെ? ഈ തുർക്കി ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഖലീഫയുടെ അല്ലെങ്കിൽ ആ തുർക്കി എന്ന് പറയുന്ന ഓട്ടോമൻ സാമ്രാജ്യത്തോട് സ്നേഹമുള്ള വലിയ ആദരവുണ്ടായിരുന്ന ഇന്ത്യയിലെ മുസ്ലിങ്ങള് അങ്ങനെ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ തുടങ്ങുകയാണ്. അതാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ആ ഒരു നാൾവഴികൾ. മനസ്സിലായോ? അപ്പൊ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് ഇന്ത്യയിലെ നേതാക്കന്മാർ മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി. ഓർത്തു വെച്ചേക്കുക. റൗലറ്റ് നിയമത്തിനെതിരായി വളർന്നു വന്ന ഹിന്ദു മുസ്ലിം ഐക്യം ദൃഢമാക്കാൻ ഖിലാഫത്ത് പ്രസ്ഥാനം വഴിയൊരുക്കുന്ന ഗാന്ധിജി വിശ്വസിച്ചു. അതായത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും വിഭജിച്ചു കഴിഞ്ഞാൽ 1905-ലാണല്ലോ ബംഗാൾ വിഭജനം. ആ ഒരു പ്രശ്നം ഗാന്ധിജിക്ക് നന്നായിട്ട് മനസ്സിലായിരുന്നു. അപ്പൊ ഓൾറെഡി ബ്രിട്ടീഷുകാർക്കെതിരെ മുസ്ലിങ്ങളിൽ വലിയൊരു മൂവ്മെന്റ് ഖിലാഫത്ത് കൊണ്ട് കൊണ്ടുവരുമ്പോൾ അത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഗുണകരമാവുമെന്ന് കണ്ട മഹാത്മജി ഇതിനെ പൂർണ്ണമല്ല പരിപൂർണ പിന്തുണയും സഹകരണവും നൽകി. നോക്കൂ, അവിടെ നല്ലൊരു പോയിന്റ് PSC മുമ്പ് ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാം. അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പദവി തുടക്ക സമയത്ത് അല്ലെങ്കിൽ ആരായിരുന്നു അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ രൂപീകരണ സമയത്തെ പ്രസിഡന്റ് എന്ന് വെച്ചാൽ ഞെട്ടിക്കേണ്ട, ഗാന്ധിജിയാണ്. ഞെട്ടിക്കണ്ടല്ല, ഞെട്ടിപ്പോകണ്ട അല്ലേ, മഹാത്മജിയാണ്. അപ്പോ ഇവിടെ മറ്റൊരു പോയിന്റ് ഉണ്ട്. 1919 നിങ്ങൾ കാണുന്നതോടെ എനിക്കറിയില്ല, ഞാൻ മാറ്റി എഴുതാം. 1919 ഒക്ടോബർ മാസം 17-ാം തീയതി. ഇമ്പോർട്ടന്റ് ആണ് ഒക്ടോബർ 17. ഈ ഒരു ഒക്ടോബർ 17-ാം തീയതി ഇന്ത്യയിലുടനീളം ഖിലാഫത്ത് ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു. 1919 ഏപ്രിൽ മാസം 6-ാം തീയതി. നേരത്തെ പഠിച്ചല്ലേ, ഏപ്രിൽ 6 കരിദിനം അല്ലെ. ഇവിടെ 19 ഒക്ടോബർ 17 ഖിലാഫത്ത് ദിനം. 2 ദിനങ്ങൾ പഠിച്ചു വെക്കുക. ചെറിയ 2-3 പോയിന്റുകൾ അവിടെ ഉണ്ട്. ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന ഗ്രാമത്തിൽ ജനങ്ങൾക്ക് നേരെ പോലീസ് വെടിവെച്ചതിൽ രോഷാകുലനായ ജനങ്ങൾ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു. 22 പോലീസുകാർ കൊല്ലപ്പെട്ട ഈ സംഭവം ഗാന്ധിജിയെ വേദനിപ്പിച്ചു. നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാന്ധിജി നമ്മുടെ റൗലറ്റ് ആക്ടിനെതിരെ 1920 ശക്തമായി കൊണ്ടുവന്ന നിസ്സഹകരണം എന്ന് പറയുന്ന ആ ഒരു മൂവ്മെന്റ് നിർത്തലാക്കാൻ കാരണം എന്താണ്? 1922 ചൗരി ചൗര സംഭവം. 1922 ചൗരി ചൗര സംഭവം നടന്ന ഡേറ്റ് കൃത്യമായിട്ട് അറിയുന്നവര് ഫെബ്രുവരി മാസമാണ്, ഒന്ന് കമന്റ് ചെയ്തേ. ചൗരി ചൗര ഏത് സംസ്ഥാനത്താണെന്ന് പറയും? ഉത്തർപ്രദേശിലാണ് കേട്ടോ, മറന്നു പോണ്ട, ഉത്തർപ്രദേശിലാണ്. അപ്പൊ ചൗരി ചൗര സംഭവം മറന്നു പോണ്ട 1922 അപ്പൊ അങ്ങനെയാണെങ്കിൽ കൂട്ടുകാരെ, ഖിലാഫത്ത് പ്രസ്ഥാനത്തെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, ഹരിജൻ ഫണ്ട് പിരിക്കാനായി ഗാന്ധിജി കേരളത്തിലെത്തിയത് എന്നാണ്? ഹരിജൻ ഫണ്ട് പിരിക്കാൻ വേണ്ടി ഗാന്ധിജി കേരളത്തിലെത്തിയത് 1934 ജനുവരിയിലാണ്. മകളെ 20, 25 അല്ലേ, ഇത് നോക്കൂ, 27, 34, 37 5 വർഷങ്ങളിലാണ് മഹാത്മജി എവിടെ എത്തിയത്? കേരളത്തിലെത്തിയത്. നമുക്ക് ഖിലാഫത്തിനെ കുറിച്ച് പറയാം. അതിനു മുമ്പായിട്ട് ഏറ്റവും അടിയിൽ ഞാൻ ഈ കൊടുത്ത പോയിന്റ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അഖില വൈകിട്ട് തെക്കേ വീട്ടിലെ ഹരിയുമൊത്ത് ക്ഷേത്രത്തിൽ പോയി എന്നൊരു കോഡൊക്കെ പലപ്പോഴായിട്ട് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അഖില വൈകിട്ട് തെക്കേ വീട്ടിലെ ഹരിയുമൊത്ത് ക്ഷേത്രത്തിൽ പോയി. സത്യം പറയുകയാണെങ്കിൽ ഒരു നെഗറ്റീവ് സെൻസ് ഇത് എടുത്തു കഴിഞ്ഞാൽ ജന്മം പോയാൽ നിങ്ങൾ മറക്കൂല. ക്ലാസ് എടുക്കുന്ന എനിക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരുന്നുണ്ടാവും. അപ്പൊ ആലോചിച്ച് നോക്കുക, 1920, 25, 27, 34, 37 ബോറാണ് ഹിസ്റ്ററി. വർഷങ്ങൾ പ്രത്യേകിച്ച് ബോറാണ്. അഖില ഖിലാഫത്ത് വൈകിട്ട് വൈക്കം സത്യാഗ്രഹം, തെക്കേ വീട്ടിലെ തെക്കേ ഇന്ത്യൻ സന്ദർശനം, ഹരിയുമൊത്ത് ഹരിജൻ ഫണ്ട്, ക്ഷേത്രത്തിൽ പോയി, ക്ഷേത്ര പ്രവേശന വിളംബരം. അപ്പൊ എങ്ങനെ കിട്ടും നമുക്ക് ഇതിന്റെ ഉത്തരം? 34 ജനുവരി. കണ്ടോ, അഖില വൈകിട്ട് തെക്കേ ഇന്ത്യനാണ് 3,
തെക്കേ ഇന്ത്യ ഏതാണ് 27. ഹരിജൻ അല്ലെ, അപ്പൊ ഹരി അവിടെ നിന്ന് കിട്ടുന്ന 34. ദെൻ ഏറ്റവും അവസാനം ക്ഷേത്രത്തിൽ പോയി ക്ഷേത്ര പ്രവേശന വിളംബരത്തിന്റെ ഭാഗമായിട്ട് പിറ്റേ കൊല്ലം 36 നവംബർ 12 ക്ഷേത്ര പ്രവേശനം. നിങ്ങൾക്ക് അറിയാലോ, 36 നവംബർ 12. അപ്പൊ നോക്കൂ, ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ചില മറ്റു നേതാക്കന്മാരെയും കൊടുത്തിട്ടുണ്ട്. മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി മാത്രമല്ല, ഹസ്രത്ത് മൊഹാനി, മൗലാന അബ്ദുൽ കലാം ആസാദ്, ഹക്കീം അജ്മൽ ഖാൻ, ഇങ്ങനെ തുടങ്ങിയ കാക്കാമാരൊക്കെ എവിടെ ഉണ്ടടാ, പഠിച്ചു വെച്ചേക്കണം. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ അന്നുണ്ടായിരുന്നു. ഈ കാക്കമാരൊക്കെയാണ്? ഹക്കീം അജ്മൽ ഖാൻ ഉണ്ട്, ഹസ്രത്ത് മൊഹാനി ഉണ്ട്, മൗലാന അബ്ദുൽ കലാം ആസാദ് ഉണ്ട്. അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഫറൻസ് നടന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 1919 നവംബറിലാണ്. സ്ഥലം ഡൽഹിയിലാണ്. ആദ്യമായിട്ട് 1919 അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഫറൻസ് നടന്നപ്പോൾ അതിന്റെ അധ്യക്ഷൻ ആരാണ്? AK ഫസലുൽ ഹക്ക്. ഒന്ന് ബൈഹാർട്ട് ചെയ്തു വെച്ചേ. ആദ്യമായിട്ട് 1919 ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ കോൺഫറൻസ് നടന്ന സമയത്ത് അത് നേതൃത്വം കൊടുത്തത് AK ഫസലുൽ ഹക്ക്. AK ഫസലുൽ ഹക്ക് പഠിച്ചോ? ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഗാന്ധിജി. ഖിലാഫത്ത് പ്രസ്ഥാനമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ആദ്യമായിട്ട് കേരളം സന്ദർശിച്ച വർഷം 1920. ഇനി നിസ്സഹകരണത്തെ കുറിച്ചാണ് പറയാനുള്ളത്. നിസ്സഹകരണം 1920 പറഞ്ഞല്ലോ, ഞാൻ ഓൾറെഡി പറഞ്ഞു. നിയമലംഘനം 1930 നിസ്സഹകരണം 20 നിസ്സഹകരണവുമായി ബന്ധപ്പെട്ട് SCRD പറയുന്ന ഈ പോയിന്റുകൾ പഠിക്കണം. ബഹിഷ്കരണം അല്ലെ, വിദേശ വസ്ത്ര ബഹിഷ്കരണം, നികുതി നിഷേധിക്കുക, കോടതി ബഹിഷ്കരിക്കുക, പദവികൾ ഉദ്യോഗങ്ങളൊക്കെ ഉപേക്ഷിക്കുക, ക്രിയാത്മകമായിട്ട് ഹിന്ദു മുസ്ലിമിനെ ഐക്യത്തിലേക്ക് കൊണ്ടുവരിക, ഖാദി വസ്ത്രങ്ങളൊക്കെ പ്രചാരണം, അയിത്തോച്ചാടനം, നിസ്സഹകരണത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അയിത്തോച്ചാടനം, ദേശീയ വിദ്യാലയങ്ങളൊക്കെ സ്ഥാപിക്കുക. നോക്കൂ, നിസ്സഹകരണ പ്രസ്ഥാനത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ നിസ്സഹകരണത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. നിസ്സഹകരണ പ്രസ്ഥാനത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് 1920 വിളിച്ചു ചേർത്ത പ്രത്യേക സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു ചോദിച്ചാൽ നിങ്ങൾ പറയണം, ലാലാ ലജ്പത് റായ് ആയിരുന്നു. ഏതാണ് വർഷം? 20 കൊൽക്കത്ത സമ്മേളനത്തിലാണ്. സ്പെഷ്യൽ ലാലാ കൊൽക്കത്തയിൽ 20. നിസ്സഹകരണ പ്രസ്ഥാനമാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭമാണ് നിസ്സഹകരണ പ്രക്ഷോഭം. ചോദ്യം ചോദിച്ചു PSC. എന്ന് വെച്ചാൽ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന മഹാത്മജിയുടെ നേതൃത്വത്തിൽ നടന്ന ഇന്ത്യയിലെ ആദ്യത്തെ ബഹുജന പ്രക്ഷോഭമാണ് നിസ്സഹകരണം. മഹാത്മജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ. നമ്മൾ പഠിച്ചല്ലേ? അപ്പൊ നോക്കൂ, ഗാന്ധിജി നിസ്സഹകരണ പ്രമേയം അവതരിപ്പിക്കുന്നുണ്ട്. അത് ഇമ്പോർട്ടന്റ് അല്ലേ? ഇദ്ദേഹമാണ് ഇതിന്റെ ആശാൻ. ഇതേ വർഷം നാഗ്പൂർ സമ്മേളനം നടക്കുന്നു. C വിജയരാഘവാചാരി ആയിരുന്നു അധ്യക്ഷൻ. 1920 തന്നെയാണ് നാഗ്പൂർ സമ്മേളനം നടക്കുന്നു. C വിജയരാഘവാചാരി. അവിടെ വെച്ചിട്ടാണ് മക്കളെ ഇത് അംഗീകരിക്കുന്നത്. ചോദിക്കും. അപ്പോ ആ ചോദ്യം അല്ലല്ലേ ഇത് ലാലാ ലജ്പത് റായ് സ്പെഷ്യൽ സമ്മേളനത്തിന്റെ അധ്യക്ഷനാണ്. അപ്പൊ നിസ്സഹകരണ പ്രസ്ഥാനം അതുമായി ബന്ധപ്പെട്ട സമ്മേളനം ഈ പറയുന്ന നിസ്സഹകരണ പ്രമേയം അംഗീകരിക്കുന്നത് സ്പെഷ്യൽ അല്ല, വാർഷിക സമ്മേളനത്തിലാണ്. അത് നാഗ്പൂർ സമ്മേളനമാണ്. അത് C വിജയരാഘവാചാരിയാണ്. സ്പെഷ്യൽ സമ്മേളനത്തിൽ ഗാന്ധിജി നിസ്സഹകരണ പ്രമേയം അവതരിപ്പിക്കുന്നേ ഉള്ളൂ. പഠിച്ചോ? സ്വരാജ് നേടുക എന്നായിരുന്നു പ്രധാന ലക്ഷ്യം. ഗാന്ധിജി മുന്നോട്ട് വെച്ച പരിപാടികൾ മക്കളെ ഇത് SCRT ഞാൻ മാറ്റിക്കൊടുത്താണ്. ഇത് ഒരുപാട് തവണ ചോദിച്ചു. കൃത്യമായിട്ട് പഠിക്കണം. നികുതി അടയ്ക്കാതിരിക്കുക, ബഹുമതികൾ സ്ഥാനങ്ങളൊക്കെ ഉപേക്ഷിക്കുക, ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾ ഉൽപ്പന്നങ്ങൾ എന്നിവ ബഹിഷ്കരിക്കുക. ഇതാണ് പ്രധാനപ്പെട്ടത്. ഇനി നമുക്ക് മലബാർ കലാപത്തെ കുറിച്ച് ഒരു ചെറിയ കട്ടിങ് കൊടുത്തത് ഞാൻ മുഴുവനൊന്നും വായിക്കുന്നില്ല. മലബാർ കലാപമൊക്കെ വിശദമായിട്ട് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. 1921 മലബാർ കലാപം. 1921 പൂക്കോട്ടൂർ യുദ്ധം എന്നറിയപ്പെടുന്ന മലബാർ കലാപം. അവിടെ എന്തൊക്കെ സംഗതികളാണ് വിശദമായിട്ട് പഠിക്കാനുള്ളത്? ഖിലാഫത്ത് കമ്മിറ്റി അതിന്റെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങള്, ഗാന്ധിയുടെ വരവൊക്കെ 20 നടക്കുന്നുണ്ട് അല്ലേ? അപ്പൊ മഞ്ചേരി കോൺഗ്രസ് സമ്മേളനം നടക്കുന്ന വർഷം, ഐക്യ കേരള പ്രസ്ഥാനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ മലബാറിലെ ജില്ലാ കോൺഗ്രസ് സമ്മേളനങ്ങൾ പഠിക്കാനുണ്ട്. മാപ്പിളമാരുടെ കലാപം, ആദ്യം കാലം മുതലേ അവിടുത്തെ കർഷകരുടെ സമരങ്ങള്. അപ്പൊ ഇതെല്ലാം വിശദമായിട്ട് ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ഒരു ക്ലാസ് നിങ്ങൾ കണ്ടു നോക്കുക. പൂക്കോട്ടൂർ യുദ്ധത്തെ കുറിച്ചാണ്. അവിടെ പെട്ടെന്ന് ഇങ്ങനെ ഒരു സമരം അല്ലെങ്കിൽ കലാപം, മലബാർ കലാപം തുടങ്ങാൻ കാരണം വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്താണ്. പിന്നീട് അവിടെ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, ആലി മുസ്ലിയാര്, ഇവരുടെ കഥകളൊക്കെ പറയുന്നുണ്ട്. കണ്ടു നോക്കുക. അവിടെ ഒരൊറ്റ പോയിന്റ് പറയട്ടെ ഞാൻ. വാഗൺ ട്രാജഡി എന്ന് പറയുന്ന വലിയ ഇന്ത്യൻ ജനതയുടെ മനസ്സിലെ ഈ മുറിവേറ്റ ആ ഒരു സംഭവം എന്തായിരുന്നു? അത് ഈ പറയുന്ന കോയമ്പത്തൂരിനടുത്ത് പോത്തന്നൂരിൽ വെച്ചിട്ട് നമ്മുടെ ഒരുപാട് അന്നത്തെ മലബാറിലെ ആളുകളെ, കലാപകാരികളെ കുത്തി നിറച്ചിട്ട് ഒരു ഗുഡ്സിനകത്ത് തിരൂര് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കയറ്റി വിടുകയാണ് അങ്ങോട്ട്.
അപ്പൊ കോയമ്പത്തൂരിനടുത്ത് ആ പോത്തന്നൂരിൽ വെച്ചിട്ട് അത് തുറന്ന സമയത്ത് സംഭവിച്ച ആ ഒരു കാഴ്ച അല്ലേ? നോക്കൂ മക്കളെ, ആ ഡേറ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കണം. 1921 എല്ലാവർക്കും അറിയാം. നവംബർ മാസം 10-ാം തീയതി ഡേറ്റ് പഠിച്ചു വെക്കണേ. അതായിരുന്നു വാഗൺ ട്രാജഡി അല്ലേ? അപ്പൊ അത് കൂടി നിങ്ങളൊന്ന് ജസ്റ്റ് ഡേറ്റ് ഓർത്ത് വെക്കുക. ഞാൻ പറയുന്നത് വിശദമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ആ ക്ലാസ് കൂട്ടുകാർ കാണുക. കേരള ചരിത്രത്തിന്റെ പ്ലേലിസ്റ്റിൽ ഉണ്ടാവും കേട്ടോ. ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾ എത്ര പേരാണ് ഈ ക്ലാസ് കണ്ടതെന്ന് എനിക്കറിയില്ല. ഹിസ്റ്ററി ആണ്, ഇച്ചിരി ബോറിംഗ് ആണ്. ഞാൻ പറഞ്ഞ ഉറക്കൊക്കെ വന്നിട്ടുണ്ടാവും. വരാത്തവരാണെങ്കിൽ ഇത് വായിച്ച് നോക്കിയിട്ടുണ്ടാവും. സ്ക്രീനിൽ ഇപ്പം കാണാൻ നിങ്ങൾക്ക്. നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവന വായിച്ചു നോക്കുക. 1 എന്ന് കമന്റ് ചെയ്യുക അതിന്റെ ഉത്തരം. 2 എന്ന് കമന്റ് ചെയ്യുക കൂക്ക പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്. നമ്മള് ഇന്ത്യയിലെ ഗോത്ര കർഷക കലാപങ്ങൾ, അതും നല്ല അടിപൊളി ക്ലാസ് എടുത്തിട്ടുണ്ട്. ആ ക്ലാസിന്റെ ലിങ്ക് അതല്ലെങ്കിൽ ആ ക്ലാസ് ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ തെളിഞ്ഞു കാണും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതൊന്ന് കാണാം. ഈ ഒരു ഉത്തരം കൂക്ക പ്രസ്ഥാനം ഉൾപ്പെടെ, മുണ്ടാ കലാപം, സാന്താൾ കലാപം ഉൾപ്പെടെ അതിന്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് ആ ക്ലാസ് കണ്ടാലും കിട്ടും. ഇന്ത്യൻ ചരിത്രത്തിന്റെ പ്ലേലിസ്റ്റിനകത്തുണ്ട്. മകളെ, നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം പറയുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഗുഡ് ബൈ, താങ്ക് യു.